ഒരു ഉത്സവത്തിന് പോകുന്ന ആനയായിട്ട് നമ്മുടെ സ്വയം വിചാരിക്കുക. ആന ഇങ്ങനെ വിരിഞ്ഞ് നടന്നു പോകും. അപ്പൊ കണ്ടാൽ മതി സൈഡിൽ ഇങ്ങനെ പട്ടികൾ കുരയ്ക്കും. ആന ശ്രദ്ധിക്കില്ല. ആ പട്ടികൾ കുരച്ചൊക്കെ പാഞ്ഞു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. ഈ നമ്മുടെ നോറ മുസ്കാൻ, ദിയ കൃഷ്ണ, സിജോ ടോക്സ്, സീക്രട്ട് ഏജന്റ്, ഈ വിഷയങ്ങളിൽ ഈ 4 പേരെ ചുറ്റിപ്പറ്റി കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒരു ക്ലിപ്പ് ഇവിടെ അങ്ങനെ കറങ്ങി നടക്കണ കണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ക്ലിപ്പ് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് 2 ദിവസം മുന്നേ ചെയ്തിട്ടുള്ള ദിയാകൃഷ്ണയുടെ വീഡിയോയിൽ വന്നിട്ടുള്ളൊരു ക്ലിപ്പാണ്. അതായത് അവരുടെ അച്ഛൻ കൃഷ്ണകുമാർ അവർ രണ്ടുപേരെയും, ദിയാകൃഷ്ണനെയും ഹസ്ബൻഡിനെയും ഇരുത്തിയിട്ട് ഉപദേശിച്ചു കൊടുക്കുന്നൊരു സംഭവം കേട്ടോ. സീരിയസ്ലി ഞാൻ ഇത് 2 ദിവസമായിട്ട് ദിയയുടെ ഇഷ്യൂ വന്ന സമയത്തൊക്കെ നമ്മൾ ട്രോൾ ചെയ്തു, റിയാക്ട് ചെയ്യുന്നു, റോസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ പേരിൽ നമുക്ക് ഭയങ്കര ബെനിഫിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. സത്യം തന്നെയാണ്. ഒരുപാട് ഫോളോവേഴ്സും ഒരുപാട് ലൈം ലൈറ്റിലൊക്കെ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ ഡെഫിനറ്റ്ലി അവരെക്കുറിച്ച് വീഡിയോസ് നമ്മൾ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്കും എക്സ്പോഷർ കിട്ടും. ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഇവരെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം റോസ്റ്റിംഗ് എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് പറയണം. ഡെഫിനറ്റ്ലി ഞാനതേ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ വന്നു. പക്ഷെ നമുക്കതിന് നല്ലൊരു സംഗതി കണ്ടു. അപ്പോൾ നല്ലത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. പക്ഷേ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് നോറയുടെ വീഡിയോ കേട്ടോ. നോറയുടെ വീഡിയോ മിസ്സായിപ്പോയി. ഇന്ന് ഞാൻ പകൽ നോക്കിയിരുന്ന സമയത്താണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ നോറയുടെ ഒരു വീഡിയോ, നോറ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സിജോൻ്റെ അന്ന് ആ കേക്ക് മുഖത്ത് തേച്ചതിൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, ആ എക്സ്പ്ലനേഷനിലും കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് നോറയുടെ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് ദിയാകൃഷ്ണയുടെ കേസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇങ്ങനൊരു വീഡിയോ ഇടണമെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ എം ഫോഴ്സ്ഡ് ടു ഡു ദിസ് വീഡിയോ. നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളായിരിക്കാം നമുക്ക് ലൈഫിൽ നടക്കുന്നത്. ബൈ ദ വേ, ഞാൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തു. ഈ നോറ സംസാരിക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ നോറ അങ്ങനെ ആയിരുന്നില്ല സംസാരിച്ചേ. തനി കോഴിക്കോടൻ സ്ലാങ്ങിൽ സംസാരിച്ചിരുന്ന നോറ ഒബ്വിയസ്ലി ചിലപ്പോൾ ഒരു പക്ഷേ നേരെ വീഡിയോയുടെ മുന്നിൽ വരുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കും സംസാരിച്ചത്. ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം ജസ്റ്റ് പറഞ്ഞു എന്നുള്ള ഒരു കുഴപ്പമില്ല കേട്ടോ. നോറ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അറിയാലോ, കേക്ക് തേച്ച സമയത്തും വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്തും ഒരിക്കലും പോലും ഞാൻ വിചാരിച്ചില്ല ഇറ്റ്സ് ഗോയിങ് ടു ബി ദ ചർച്ച ഓഫ് കേരള. ഇറ്റ് ഹാസ് ഇൻ ഫാക്ട് ബിക്കം ദി ചർച്ച ഓഫ് ദി കേരള. ഏതായാലും കേരളത്തിൽ ചർച്ചകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണമല്ലോ. ആക്ച്വലി ഇതല്ല കേട്ടോ ചർച്ച ഓഫ് ദ കേരള. പക്ഷെ എന്നാലും കുറച്ചൊക്കെ യൂട്യൂബേഴ്സ് ചർച്ച ചെയ്തു. അരി എവ്വാളത് അക്കരയിലോ. ബട്ട് ഓക്കെ ഫൈൻ. ഹേർട്ടായ ചോദിച്ചാല് ലൈക്ക് എന്ന് ആദ്യം വിചാരിച്ചു. ബട്ട് നൗ ഇതിങ്ങനെയാണ്. ഹേർട്ടായോ എന്ന് ചോദിച്ചാൽ എന്ന് ആദ്യം വിചാരിച്ചു, പിന്നെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്നൊരു എന്താ പറയാ കൺക്ലൂഷനിലേക്ക് ഞാൻ വന്നു. എനിവേ എനിക്കിതിനെ പറ്റി ഒന്ന് ജസ്റ്റ് അതൊക്കെ എന്താ വെച്ചാൽ ഓരോരുത്തർ അവരുടേതായ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന വീഡിയോസ് ആട്ടോ. റിയാക്ട് ചെയ്യില്ല, അവരുടെ സ്പോണ്ടേനിയസ് ആയിട്ട് അവർ വരുന്ന എക്സ്പ്രഷൻസ് ആട്ടോ. അപ്പോൾ അത് നമ്മൾ കാണുന്ന സമയത്ത് മനസ്സിൽ തോന്നി പറഞ്ഞൊന്നുമില്ല. ദർ ഇസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ഷീ ഈസ് സ്പീക്കിംഗ് വെരി വെൽ. ഒരു നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഈ ഒരു വീഡിയോ നോറ നമ്മൾ ബിഗ് ബോസിൽ കണ്ടതാണ്. പല കാര്യങ്ങളും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും പരിപാടി ഉണ്ടായിട്ടുണ്ട്. നമ്മൾ അതിനൊക്കെ ആ സമയത്ത് വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ദിസ് വീഡിയോ ഇസ് ആക്ച്വലി നൈസ്. നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ക്ലാരിറ്റി തരാമൊന്നല്ല, ബട്ട് ഒന്ന് ജസ്റ്റ് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ബിക്കോസ് whatever happened, okay, സിജോ ചേട്ടന്റെ മുഖത്ത് ഞാൻ കേക്ക് തേച്ചത് എനിക്ക് റിഗ്രറ്റ് ഉണ്ടോ ചോദിച്ചാൽ 0 റിഗ്രറ്റ് ആണ്. അതിപ്പം എന്റെ മുഖത്ത് കേക്ക് തേച്ചുകൊണ്ട് അങ്ങനെ ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്. ബട്ട് എനിക്കത് ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഉള്ള ഒരു പ്ലേസിലാണ് ഞാനത് ചെയ്തത്. ഓക്കെ, അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ മനസ്സിലാക്കാതിരിക്കുക. ബട്ട് ഐ എം നോട്ട് ജഡ്ജിങ് യു ഗൈസ്. ഓക്കെ, കാരണം ഇന്നിപ്പോ ഇട്ട ഞാൻ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്ത ആളുകളും ഉണ്ടാവും. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ചിലർ പറയും ഇറ്റ് വാസ് ദെയർ ബിഗ് ഡേ, ഐ റൂയിൻഡ് ഹെർ. ഐ റൂയിൻഡ് ഇറ്റ്. ഇതൊന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്യൂല. ഞാൻ റൂയിൻ ചെയ്തത് ഇപ്പൊ ഒരു 10, 15, 20 അല്ലെങ്കിലും ബിഗ് ബോസിൽ കണ്ട നോറ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാറില്ല. ഇറ്റ്സ് ഫൈൻ. എവ്രിബഡി വിൽ ഹാവ് ദെയർ ഓൺ ജസ്റ്റിഫിക്കേഷൻസ്. അപ്പോൾ അങ്ങനെ ഒരു ജസ്റ്റിഫിക്കേഷൻ കണ്ടവർക്ക് തോന്നി. പക്ഷെ അത് നോറ ആക്സെപ്റ്റ് ചെയ്യുന്നു കേട്ടോ. പല ആൾക്കാരും കണ്ട രീതിയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വീഡിയോയിൽ നോറ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഞാൻ അത് ആകെ വന്നിട്ട് അതൊക്കെ സംസാരിച്ച് കൊള്ളാക്കും. കാരണം അങ്ങനെയാണ് നമ്മൾ ബിഗ് ബോസിൽ കണ്ടിട്ടുള്ളത്. കാരണം സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കേണ്ട സിറ്റുവേഷനിലൊക്കെ അതൊക്കെ വർത്തമാനം പറഞ്ഞിട്ട് ആകെ ചളമാക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഫോർ മീ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഇത് ഒരു പക്ഷേ ചിലപ്പോൾ പ്രിപ്പയർഡ് ആയിട്ട് വന്നുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളത്. വർഷം കഴിഞ്ഞാലും സ്റ്റിൽ ഞാൻ പറയാം, സിജോ ചേട്ടന്റെ മാരേജിന്റെ കാര്യം പറയുമ്പം സിജോ ചേട്ടൻ ഓർക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒരു കാര്യം എനിക്കിത് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി യെസ്. ഞാൻ അന്ന് തേച്ചത് അതെന്തായാലും ഓർത്തിരിക്കാൻ വേണ്ടി ചെയ്തത്
ചെയ്തതോ അങ്ങനെ ഇങ്ങനൊന്നല്ല. ഞാൻ പറഞ്ഞിരുന്നു ദാറ്റ് ഇനിയൊരു ഫംഗ്ഷൻ വരുമ്പം ഞങ്ങളെ മേത്ത് എന്തായാലും അത് ചെയ്യുന്നു. അങ്ങനെ ഞാൻ ചെയ്തൊരു ആക്ട് ആയിരുന്നു അത്. ആൻഡ് വേറൊരു കാര്യം എന്താ വെച്ചാല് ഞാൻ അങ്ങനെ കേക്ക് കൊണ്ട് തേച്ചത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്യാനുണ്ട്. ബിക്കോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വന്നോളും. ബട്ട് എഡിറ്റ് ചെയ്യാനൊന്നും ടൈം കിട്ടിയില്ല, വയ്യായിരുന്നു. ഐ വാസ് സിക്ക്. എനിവേ എന്താ പറയാ, ഞാൻ സിജോ ചേട്ടന്റെ കല്യാണത്തിന്റെ അന്നോ അല്ലെങ്കിൽ ദ ഹോൾ പ്രോഗ്രാം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എല്ലാത്തിനും മുന്നോ അല്ല ചെയ്തത്. എല്ലാ ഇവന്റ്സും കഴിഞ്ഞ്, അതായത് ലൈക്ക് എന്താ പറയുക, താലികെട്ട്, പിന്നെ അതിന് മുമ്പത്തെ ബാച്ചിലർ പാർട്ടി, അതങ്ങനെ ലൈക്ക് ഈച്ച് ചെയ്യുന്നത്. ഇറ്റ്സ് ട്രൂ ദാറ്റ് മീഡിയാസ് വാസ് കുറച്ച് കേക്ക്, ഓക്കെ, കുറച്ച് കേക്ക്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഏതൊരു ഫംഗ്ഷനിലും ഞാനില്ലേ കിലോ കണക്കിന് അരിയോ സാധനം ചെന്നിട്ട് ഞാൻ കടലിലേക്ക് ഇതാക്കി അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്ത് ഇറ്റ് വാസ് കുറച്ച് കേക്ക്, ഓക്കെ, കുറച്ച് കേക്ക്. ആൻഡ് ഐ പേഴ്സണലി ബിലീവ് ദാറ്റ് ഏതൊരു ഫംഗ്ഷനിലും കേക്ക് കട്ടിങ് കളഞ്ഞ് IAS കാരി കൊണ്ടുപോയി കളഞ്ഞ്. IAS ആസ്പിരൻ്റ് ആയിട്ടുള്ള നോറ, ഞാൻ 1.5 ചാക്ക് കിലോ അരിയൊന്നും അല്ലല്ലോ കളഞ്ഞത്, ഒരു പീസ് കേക്ക് അല്ലേ ഇത്. ഇതൊരു പീസ് കേക്ക് ആണെങ്കിലും ഒരു പിടി മുട്ടായി ആണെന്നുണ്ടെങ്കിലും ഭക്ഷണ സാധനം എന്ന് പറഞ്ഞു വരുന്ന ഒരു കാറ്റഗറിയിൽ ഭക്ഷണ സാധനം വേസ്റ്റ് ആക്കുന്നില്ല. ഞാനും ഇതിനെതിരാണ്. നമ്മൾ ഈ ബർത്ത്ഡേസിലൊന്നും ഈ കേക്ക് ഇങ്ങനെ മുഖത്ത് തേക്കുന്ന പരിപാടികളില്ല, ഫംഗ്ഷൻസിലൊന്നും ഉണ്ടായിട്ടില്ല. ഫ്രണ്ട്സിൻ്റെ ആണെന്നുണ്ടെങ്കിലും എവിടെയാണെങ്കിലും ഭക്ഷണ സാധനം വേസ്റ്റ് ആക്കിയിട്ടുള്ള പരിപാടിയില്ല. ഈ സാധനം പൊട്ടിക്കുന്ന സംഭവം, ടയർ പൊട്ടിക്കുന്ന സംഭവം പോലും നമ്മൾ കേക്കിലും ഭക്ഷണത്തിലും വീഴാത്ത രീതിയിൽ, അതായത് ഒരാൾക്കത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഫുഡ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു മോസ്റ്റ് പ്രഷ്യസ് എന്ന് വേണമെങ്കിൽ പറയാം. ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഏത് ഫോമിലാണെന്നുണ്ടെങ്കിലും, ഇനി അരിയുടെ ഫോമിലാണെന്നുണ്ടെങ്കിലും കേക്കിൻ്റെ ഫോമിലാണെന്നുണ്ടെങ്കിലും അത് ഭക്ഷണമാണ് കേട്ടോ. അത് IAS അവിടെ തെറ്റി. ഈ IAS നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയും. കാരണം ചില ഒരു IAS ആസ്പിരൻ്റ് ആയിട്ടുള്ള നോറേനെ ഒരുപക്ഷെ ചിലപ്പോൾ ബിഗ് ബോസ് കാണുന്നവർക്ക് അല്ലെങ്കിൽ ബിഗ് ബോസ് കണ്ടവർക്ക് മാത്രമേ നോറേനെ IAS ആവാൻ ആസ്പിരൻ്റ് ആണ്, അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ളത് അറിയുള്ളൂ. അല്ലാതെ ഈ പുറത്ത് കിടക്കുന്നപ്പോൾ ഇന്നലെ പറഞ്ഞുള്ള ദിയാകർഷക്കൊന്നും നിങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനത്തെ അറിയാത്തവരിലേക്ക് അവർ അഥവാ if they happen to see this video, they should be well aware that they were talking about ഒരു IAS ആസ്പിരൻ്റ് അല്ലെങ്കിൽ IASന് പോകുന്ന കളിയാക്കല്ല കേട്ടോ. കളിയാക്കാണോ? അങ്ങനത്തെ ഒരാളെ പറ്റി പറഞ്ഞു എന്നുള്ളത് പോട്ടെ. എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഇത് അങ്ങനെ പറഞ്ഞു വിചാരിച്ചില്ല. പക്ഷേ ഞാനിപ്പോൾ ഇത് വീഡിയോത്തിന് മുന്നേ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ കണ്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയി ആ ഒരു അരിയൊന്നല്ലല്ലോ ഞാൻ കൊണ്ടുപോയി കളഞ്ഞത്. അപ്പോൾ അരി കൊണ്ടുപോയി കളഞ്ഞു, അപ്പോൾ എന്താ ബിരിയാണി കൊണ്ടുപോയി കളഞ്ഞാൽ ഒന്നുകൂടി സൂപ്പറാവോ? അല്ലെങ്കിൽ ചോറും കറികളും എല്ലാം കൂടി കൊണ്ടുപോയി കളഞ്ഞാൽ ഒന്നുകൂടി സൂപ്പറാവോ? അങ്ങനെയൊക്കെ ഉണ്ടോ? ഭക്ഷണത്തിന് ലെവൽസ് ഉണ്ടോ? ഐ ഡോണ്ട് നോ, മേ ബി അല്ലേ. സമയത്ത് കഴിച്ചിട്ട് ഇങ്ങനെ തേക്കാറുണ്ട്. ഓക്കെ, അത് കുറെ പേര് തേക്കാതെ എല്ലാരും തേക്കാളെ ഞാൻ ഒറ്റയ്ക്ക് തേച്ച്, അത്രയേ ഉള്ളൂ. ഡോണ്ട് ടേക്ക് ഇറ്റ് ടു വെരി സീരിയസ് ലെവൽ. അത്രയ്ക്ക് സീരിയസ് ലെവലിൽ കൊണ്ടുപോകാൻ മാത്രം ഇല്ല അത്. ഓക്കെ, പിന്നുള്ളൊരു കാര്യം കൃഷ്ണ, ഞാൻ ഈ ഒരു ടോപ്പിക്ക് പറയണ്ടെന്നും ഞാൻ വിചാരിച്ചതാണ്. ബട്ട് എഗെയിൻ സ്റ്റോറിയിൽ ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കഷന്റെ കാര്യം കണ്ടപ്പോൾ ഐ വാസ് ലൈക്ക് വൈ സി നമുക്കൊരാളെ പേഴ്സണൽ ലൈഫിലേക്ക്, ഇറ്റ് വാസ് അവർ പേഴ്സണൽ സർക്കിൾ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പബ്ലിക്കലി ഇട്ടുകൊണ്ട് എല്ലാവർക്കും അഭിപ്രായം പറയും. പക്ഷെ നിങ്ങൾ അഭിപ്രായം പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ട വെച്ചാൽ നിങ്ങളും ഒരു ഇൻഫ്ലുവൻസർ ആണ്. ഒരു ഇൻഫ്ലുവൻസർ വേറൊരു ഇൻഫ്ലുവൻസറിനെ പറ്റി പറയുന്ന സമയത്ത് ഇറ്റ് വിൽ എഫക്ട് വെരി ബാഡ്ലി. ഇപ്പൊ തന്നെ യൂട്യൂബ് ഒരു ഇൻഫ്ലുവൻസർ മറ്റൊരു ഇൻഫ്ലുവൻസറെ പറ്റി പറയുന്ന സമയത്ത് ഇറ്റ് വിൽ എഫക്ട് വെരി ബാഡ്ലി. ഏതൊരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ പറ്റി പറയുമ്പോഴും ഇറ്റ് വിൽ എഫക്ട് ബാഡ്ലി. അത് ഇൻഫ്ലുവൻസർ ഒന്നുമില്ല കേട്ടോ. ഇൻഫ്ലുവൻസർ ആരാണവൾ? ഇൻഫ്ലുവൻസേഴ്സ് പുതിയ കാറ്റഗറി. ആരൊക്കെയാണ് ഇൻഫ്ലുവൻസേഴ്സ്? കമൻറ്റ് ചെയ്യൂ, കോമെൻറ്റ്. സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫസ്റ്റിൽ വരുന്നത് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞു, എന്നെ അതാക്കും പറഞ്ഞു, ഇതാക്കും പറഞ്ഞു. അപ്പം മേ ബി യു ക്യാൻ ടെൽ ദാറ്റ് ഓക്കെ ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഇത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല. ബട്ട് കോൺടെസ്റ്റ് ആ ഒരു രീതിയിൽ വരെ ആളുകൾക്ക് പറയാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തത് ആക്ച്വലി ഒന്നുമല്ല. നടേശൻ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും, അവർ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊല്ലും. ഇറ്റ്സ് യു. ഓക്കെ, ഇപ്പൊ ഞങ്ങളാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ പറയുന്നുണ്ട് എന്താ പറയാ ആളുകൾ എന്തോ പറയട്ടെ അങ്ങനെ ഒഴിവാക്കിയവിടെ, അങ്ങനല്ല. ആളുകളാണ് ഓഡിയൻസിന്റെ സപ്പോർട്ട് എന്റെ ലൈഫിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് എന്റെ സോഷ്യൽ മീഡിയ വോട്ട് പ്ലസ് അതിന്റെ കൂടെ സോഷ്യൽ മീഡിയ, അതെല്ലാവർക്കും കേട്ടോ. ആളുകളുടെ സപ്പോർട്ട് ഡെഫിനറ്റ്ലി വേണം. അല്ലെങ്കിൽ ഇതൊന്നും ആൾക്കാരെ മുന്നിലേക്ക് എടുത്ത് കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ പോയി കാണുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അല്ല ഞാൻ ഇതിനകത്തൊക്കെ നിങ്ങളോട് പറയണല്ലേ, നിങ്ങൾക്ക് ചിലപ്പോൾ തന്നെ അറിയുന്ന കാര്യമായിരിക്കും. പക്ഷെ എന്നാലും പറഞ്ഞു കളയാം. ലൈഫിൽ വിതൗട്ട് ഓഡിയൻസ് ഐ ആം നത്തിങ്. ഓക്കെ, അവരുടെ അഭിപ്രായങ്ങൾ ചില സമയത്ത് അക്സെപ്റ്റ് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യാത്തതും ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അറ്റ് സം പോയിന്റ് ഓക്കെ ഇതാണ് അവരുടെ അഭിപ്രായം അറിഞ്ഞ് അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനൊരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ടൊരു
എന്തിനാ അങ്ങനെ ഒരു കമന്റ് ഇട്ടത് ഇപ്പോഴും ഐ എം നോട്ട് ഗെറ്റിംഗ് ദ പോയിന്റ് വൈ യു കമന്റഡ് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, കാരണം ഇറ്റ് വാസ് സംതിങ് ഹാപ്പൻ ഇൻ അവർ സർക്കിൾ. ഇപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾ ഫ്രണ്ട്സിന്റെ കൂടെ എന്തൊക്കെ വീഡിയോസ് ഇടാറുണ്ട്, അതിനൊക്കെ ഞങ്ങൾ ഒന്ന് ജഡ്ജ് ചെയ്യണോ? നോ, റൈറ്റ്? ഈവൻ ഐ ഹാവ് സീൻ നിങ്ങൾ ഭയങ്കര ഫ്രോഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്തു, അങ്ങനെ ചെയ്തു, അങ്ങനത്തെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഫ്രോഡ്? യു മീൻ ഫ്രോഡ്? എന്ത് ഫ്രോഡ് ബിസിനസ്സാണ് ദിയ കൃഷ്ണ ചെയ്തിട്ടുള്ളത്? അന്നത്തെ ആ ജ്വല്ലറി ഇഷ്യൂ ആണോ ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്? നോറ മുസ്കാൻ IAS ഇടയ്ക്കായി ഇങ്ങനെ വന്ന് പോവാട്ടോ. അതാണോ നോറ മുസ്കാൻ പറഞ്ഞത്? അത് ഇഷ്യൂ കേട്ടോ. ഓൺട്രപ്രണർ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നു. ഐ നെവർ റിയാക്റ്റഡ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾ എന്താ പറയാ പല കാര്യങ്ങളും ചെയ്ത കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ? ഷീ ഈസ് റൈറ്റ്, ഷീ നെവർ റിയാക്റ്റഡ്. അത് റിയാക്ട് ചെയ്യാമായിരുന്നു. അങ്ങനെ എങ്ങനെ സംഭവിക്കും? സ്നേഹം പ്രകടിപ്പിക്കുന്നതും നിങ്ങൾ പല കാര്യങ്ങളും ചെയ്തത് കോണ്ടന്റിന് വേണ്ടിയിട്ടാണോ? നോ, റൈറ്റ്? അപ്പം എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, പുറത്തിടും. അല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഡാൻസ് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ അത് കോണ്ടന്റ് കൈൻഡ് ഓഫ് രീതിയിലും ഇടും. അപ്പം എല്ലാ കാര്യങ്ങളും കോണ്ടന്റിന് വേണ്ടിയിട്ടല്ല. ബിക്കോസ് ആദ്യം റിയാക്ട് ചെയ്തു നിങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇന്നലട്ട ലാസ്റ്റ് ഇട്ട സ്റ്റോറിയിൽ ഓക്കെ കണ്ടന്റിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഊതി വീർപ്പിക്കാന്ന് പറഞ്ഞു. യെസ്, അപ്പോൾ ഇതാണ് നോറയുടെ ഒരു വീഡിയോ. ബാക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നോറ പറഞ്ഞതൊക്കെ പോയിന്റ് തന്നെയാണ്. നമ്മളങ്ങനെ പറഞ്ഞു തന്നെ, ഞാനിങ്ങനെ കണ്ട സമയത്ത് ഒരു ആക്ഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. നോറ പറഞ്ഞത് പോയിന്റ് തന്നെയാണ്. എക്സെപ്റ്റ് ഫോർ കേക്ക് ആണെങ്കിലും അരി ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും ഭക്ഷണമാണ്. അത് ഓരോ വ്യക്തികൾക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ആ തേക്കുന്ന കേക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ഇനിയെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ ഉൾക്കൊണ്ടിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാതിരിക്കുക. ഒരു ഭക്ഷണ സാധനമല്ലേ, അത് ചെയ്യാതിരിക്കുക പ്ലീസ്, അല്ലേ? കണ്ടിട്ട് ഒരു ഇതല്ല, നമ്മളൊരു അഭിപ്രായം പറഞ്ഞു, വേണമെങ്കിൽ ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ഇനി ഇതിൻ്റെ ബാക്കിയാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ ഒരു ക്ലിപ്പ്. അതായത് കൃഷ്ണകുമാർ അച്ഛൻ ഇരുന്നിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു കേസ് കേട്ടോ. സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താ വെച്ചാൽ എങ്ങനെ ഇഷ്ടപ്പെട്ടു, എന്ത് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം ഈ വീഡിയോ കണ്ടതിന് ശേഷം പറയാം. ചെറിയൊരു വീഡിയോ ആണ്, പ്ലേ ചെയ്യാം. ചെറിയ വഴിയിൽ കൊടുങ്കാറ്റിനകത്തൂടി കടന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ എസ്കേപ്പ് ആവുന്നത്, അതിനകത്തൂടി തന്നെ കടന്നു പോയി കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാറ്റുകളൊന്നും ഏൽക്കുന്നില്ല. അതുകൊണ്ട് ഈ നടന്നതെല്ലാം നമ്മൾ നല്ലതിനാണ് വിചാരിക്കുക. ഒരിക്കലും ഒരാളോട് നമ്മുടെ മനസ്സിനകത്തൊരു ദേഷ്യവും വൈരാഗ്യം വെക്കുക. നമ്മുടെ ഗ്രോത്തിനെ പറ്റി ഫോക്കസ് ചെയ്യുക. ഫോക്കസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പം. നമ്മൾ ഈ ആനകളെ നോക്കുക. ഒരു ഉത്സവത്തിന് പോകുന്ന ആനയായിട്ട് നമ്മുടെ സ്വയം വിചാരിക്കുക. ആന ഇങ്ങനെ വിരിഞ്ഞ് നടന്നു പോകും. അപ്പൊ കണ്ടാൽ മതി സൈഡിൽ ഇങ്ങനെ പട്ടികൾ കുരയ്ക്കും. ആന ശ്രദ്ധിക്കില്ല. ആ പട്ടികൾ കുരച്ചൊക്കെ പാഞ്ഞു വരും. ആന ശ്രദ്ധിക്കാതെ അങ്ങ് പോകും. അടുത്ത പോസ്റ്റ് വരെ പട്ടി കുരയ്ക്കും. ഇത് കഴിഞ്ഞൊരു അടുത്ത പട്ടി തുറന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ലോക്കൽ പട്ടികൾ കുരച്ചു വരും. അപ്പൊ നമ്മളെന്താ വെച്ചാൽ നമ്മൾ അതിനെ ഒരു ആനയെ നമ്മൾ ശ്രദ്ധിച്ചാൽ ആന അതിനെ ഗമിക്കത്തേയില്ല. ആനയുടെ ഉന്നതാണ് ഉത്സവത്തിനെത്തുക, ഉത്സവം മേളമാക്കുക, ഭംഗിയാക്കുക. അഥവാ ആന വഴി പട്ടിയായിട്ട് അടിപിടി കൂടി കഴിഞ്ഞാൽ ഉത്സവം നടക്കില്ല. ചോദിക്കുന്നത് പറഞ്ഞു അതറിയില്ലേ, ആനയും പട്ടിയായിട്ട് അടിയുണ്ടായി, അതുകൊണ്ടാണ് പട്ടി ആനയെ കടിച്ചു എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. അത് നമുക്കൊരു കാഴ്ചയായി. അതുകൊണ്ട് എപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് അവരെ ആരും നമ്മൾ മോശമാക്കി സംസാരിക്കുന്ന ഒന്നും. ഈ ഒരു ക്ലിപ്പ് ഞാൻ ഓണസ്റ്റ്ലി എൻ്റെ ഒരു അഭിപ്രായം പറയാം. എനിക്ക് ഈ വ്യക്തി പറഞ്ഞത് ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. എനിക്ക് എന്തുകൊണ്ടോ ചിലപ്പോൾ ദിയാ കൃഷ്ണ ഹേറ്റേഴ്സൊക്കെ ചിലപ്പോൾ വന്നിട്ട് നമ്മളെ കൃഷ്ണകുമാർ ഹേറ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കാം. അവർ വന്നിട്ട് പലതും പറയുമായിരിക്കാം. ബട്ട് ഫോർ മീ ഒരു അച്ഛൻ എന്നുള്ള കണ്ടീഷനിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഏറ്റവും വളരെ നല്ലൊരു ഉപദേശമാണ്. അതിൽ യാതൊരുവിധ പ്രോബ്ലവും ഇല്ല. ഹീ സെയിങ് ദാറ്റ് അതായത് സ്വന്തമായിട്ട് ഒരു ആന എന്നുള്ള കണ്ടീഷൻ നമ്മൾ സങ്കല്പിക്കണം. ഡെഫിനറ്റ്ലി അതിൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ദിയാകൃഷ്ണയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിലും അപ്പോൾ നോറ മുസ്കാൻ ആണെങ്കിലും സിജോ ആണെങ്കിലും എനിബഡി സ്വന്തം നമ്മൾ ഇത്ര മാത്രം വിചാരിക്കുക. നമ്മളൊരു ലക്ഷ്യം വെച്ച് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉത്സവത്തിന് പോകുന്ന ആന തന്നെയാണ് നമ്മൾ, ഒരു സംശയമില്ല. വഴിയിൽ പല പട്ടികളും കുരയ്ക്കും. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് നമ്മൾ അവർ വിലയില്ല പട്ടി കിട്ടി പറയല്ല. ചിലപ്പോൾ ചിലപ്പോൾ ആ ഒരു രീതിയിൽ വരുന്ന സമയത്ത് അങ്ങനെ എടുക്കാം. പക്ഷെ നമ്മൾ ആ ഒരു ഉത്സവത്തിന് പോകുന്ന സമയത്ത് ഫർഗെറ്റ് ദ വേർഡ് പട്ടി, അയാളുടെ ഇതിൽ ഉപയോഗിച്ചു. നമ്മളാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. ഇത് അയാളുടെ ഒരു പേഴ്സണൽ കോൺവെർസേഷൻ അല്ല, അത് ഇവർ എയർ ചെയ്തല്ലോ. അപ്പോൾ ഇതിൽ ഒരിക്കലും പേഴ്സണൽ കോൺവെർസേഷൻ അല്ല. അവർ പറഞ്ഞ കറക്റ്റാണ്. പല ആൾക്കാരും കുറയ്ക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ലക്ഷ്യബോധത്തിന് നമ്മുടെ ലക്ഷ്യത്തിനത് നമ്മൾ മറക്കും എന്നുള്ളത് ഒരു അച്ഛൻ എന്നുള്ള കണ്ടീഷനിൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് വെരി ഗുഡ്. അത് വെച്ചാൽ ഇനിയിപ്പോൾ അവർ പോസ്റ്റ് ചെയ്തതിൽ വേറെ ഇൻറ്റൻഷൻസ് ഉണ്ടോ എന്നുള്ള അറിയില്ല. നമ്മൾ ചരിഞ്ഞ് പോകണ്ട. ഒരു പക്ഷേ ചിലപ്പോൾ ധാരാളം കേൾപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അത് നമ്മൾ അതിലേക്ക് പോകണ്ട. പക്ഷെ മക്കൾക്ക് അച്ഛൻ കൊടുത്ത ഒരു ഉപദേശം വെരി ഗുഡ്. പക്ഷേ ഇത് കൊടുത്തതിന് ശേഷവും ഒരു അറ്റ്ലീസ്റ്റ് യു എക്സ്പെക്ട് സം സോർട്ട് ഓഫ് ചേഞ്ച് ഫ്രം ഗ്രോൺ അപ്പ് ചിൽഡ്രൻ, അല്ലേ? കുറച്ച് വലുതായിട്ടുള്ള കുട്ടികളുടെ ഭാഗത്തുനിന്ന് കുറച്ചെങ്കിലും ഇതുപോലെ അച്ഛന്മാരൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടായിട്ടും മക്കൾ അതേപോലെ തന്നെ സംഗതി കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനൊരു
ക്വസ്റ്റ്യൻ മാർക്കായി. എന്തിനായി ഇത്രയധികം സമയം? പക്ഷെ മക്കള് അച്ഛന്മാർ പല കാര്യങ്ങളും പറയും. പക്ഷെ മക്കൾ പലതും പലപ്പോഴും കേട്ടോളന്നില്ല. അത് ആ ഒരു സിറ്റുവേഷനിലായിട്ടായിരിക്കാം. പുള്ളി നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. നമ്മളത് മൈൻഡ് ചെയ്യരുത് ഒരുപാട്. പക്ഷെ ഇവർ മൈൻഡ് ചെയ്യാതിരിക്കുന്നില്ല. ഇവർ പിന്നെ സ്റ്റോറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ ഈഗോ കിടന്ന് മനസ്സിൽ തിളക്കുകയാണ്. ആ ഈഗോനെ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ഒരു സംഗതിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. മനസ്സിൽ ഈഗോ വേണ്ടാന്ന് രണ്ടുപേർക്കും എടുത്തിട്ട് പറഞ്ഞിട്ടുള്ളത്. ഐ തിങ്ക് ദ ഗൈ ഈസ് ലിറ്റിൽ മോർ അണ്ടർസ്റ്റാൻഡ്. നമ്മൾ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നു. ആ ഒരു ഈഗോ വേണ്ടാന്നുള്ള കണ്ടീഷനിലാണ് മൂപ്പർ ഇത്രയധികം പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല വെള്ളത്തിൽ വരച്ചിട്ടുള്ള വെള്ളത്തിലിട്ടതുപോലെ തന്നെ ആയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഷീ ഈസ് ഗോട്ട്, ഐ തിങ്ക് ഷീ ഹാസ് ഈഗോ. ആ ഈഗോൻ്റെ പുറത്തായിരിക്കണം വീണ്ടും സ്റ്റോറി ഇട്ട് പോകുന്നത്. എന്ത് സംഭവിക്കുന്നു? ഇപ്പം ഇന്ന് അവരുടെ ഒരു വ്ളോഗ് കണ്ടു. ആ വ്ളോഗിൽ ടൈറ്റിൽ പോലും അവർ എഴുതിയിട്ടുണ്ട് ഓൺ കോണ്ടന്റ്. അതൊക്കെ ഒരുപാട് അർത്ഥങ്ങളുണ്ട് അവരുടെ സംഭവം. ഞാൻ മകളിലേക്ക് കിടക്കട്ടോ, അച്ഛൻ ഇസ് സൂപ്പർ 100. നമ്മൾ മാർക്കറ്റാനല്ലോ. പക്ഷേ ഹീസ് ആൻഡ് വെരി എൻ്റെ അടുത്ത് പറയാലോ. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതേ അഭിപ്രായം ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ അടുത്ത് പറയാണ് പുള്ളി പറഞ്ഞു കൊടുത്ത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉപദേശമല്ലേ, നല്ല കാര്യം തന്നെ. പക്ഷേ മകൾ എന്ത് കാണിച്ചു? ഇന്നത്തെ വീഡിയോ ഇട്ട സമയത്തും അതിൽ എഴുതിയിട്ടുണ്ട് ഓൺ കോണ്ടന്റ് എന്ന് എഴുതിയിട്ട്. അവർ എൻ്റെ സ്വന്തം കോണ്ടന്റ് തന്നെയാണെന്ന് ടൈറ്റിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇത് എൻ്റെ സ്വന്തമാണ്, വേറെ ആരെ പറ്റിയല്ല അങ്ങോട്ട് വരണം. അത് ആ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ എന്തോ ഒരു സംഭവമാണ്, ഇപ്പോഴും ഞാൻ എന്തോ ഒരു സംഭവമാണ്. നിങ്ങൾ സംഭവം തന്നെയാണ്, പക്ഷെ എന്തോ ഒരു സംഭവമാണ്, ഞാൻ എല്ലാവരേക്കാളും മുകളിലൊരു സംഭവങ്ങളാണ് എന്നുള്ള ആ ഒരു സംഭവം മനസ്സിൽ കിടക്കുന്നു. പ്ലസ് അതിൻ്റെ കൂടെ ഈ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ചെയ്യുന്നവരെയും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവരെയും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവരെയും നിങ്ങളെ നോക്കി കുരയ്ക്കുന്നു എന്ന് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞതിൽ ആ ബാക്കിയുള്ള കേസൊക്കെ ഒഴിവാക്കി പട്ടി എന്നുള്ള വേർഡ് മാത്രം എടുത്തിട്ട് നിങ്ങളെ മനസ്സിൽ കയറ്റി വെച്ചിട്ടുള്ള ആൾക്കാരുടെ ആ ആൾക്കാരോടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു ഗ്രഡ്ജ് എന്നല്ല, എന്താ പറയുക, ആ ഒരു സാധനം ഉണ്ടല്ലോ, ഈഗോ, അത് കാണിക്കുന്ന സംഭവമാണ് നിങ്ങളുടെ ഇന്ന് ഓൺ കോണ്ടന്റ്. ഇത് കണ്ടപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളത് ഇത് പറയാനുള്ള ഇടം ഇവർ തന്നെ ഉണ്ടാക്കുന്നത്. അതിൽ ഓൺ കോണ്ടന്റ് ഒന്നും അവർ എഴുതി വെക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ നല്ല രീതിയിൽ സംഗതി പോയേനെ. ഇനിയിപ്പോൾ പറയാതിരിക്കാൻ വരും ഇവിടുന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവന്നത്. പക്ഷെ ഇതൊന്നല്ല, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് തന്നെയാണ്. ഇതോടുകൂടി ഈ ഒരു വിഷയം അവസാനിച്ചു എന്ന് കരുതട്ടെ. ഇനി അടുത്ത ഒരു എന്തെങ്കിലും സംഭവം ആവാനുണ്ടെങ്കിൽ വരാം കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, കുറേ നേരമായില്ലേ. അപ്പോൾ ഞാൻ ഈ ഒരു 10 മിനിറ്റിൽ അവസാനിപ്പിക്കണം വിചാരിച്ച വീഡിയോ 17 മിനിറ്റായി. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡൊന്നും ചെയ്തില്ലേ തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഞാൻ അതിൻ്റെ വിഷ്വൽസ് ഒന്നും ഇടാൻ ചാൻസ് ഇല്ല കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേട്ടോളൂ എന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ദയവേത് പ്ലീസ് ഒന്ന് പരിഗണിക്കുക. പിന്നെ പറ്റുവെച്ച വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, റിക്വസ്റ്റ് ആണ്. ഓക്കെ, ടേക്ക് കെയർ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, റിക്വസ്റ്റ് അല്ല, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് ആൻഡ് ഗുഡ് നൈറ്റ്.